നമസ്കാരം. ആ MLA ബസ്സിൽ കയറിയത് എന്തിനാണ്? അത് ബസ്സിൽ കയറിയില്ല എന്ന് പറയപ്പെടുന്ന ഭാര്യയായ മേയർക്ക് പോലും അറിയില്ല. പക്ഷേ റഹീമിനറിയാം. സച്ചിൻ ദേവ് എന്ന് പറയപ്പെടുന്ന MLA ആ ബസ്സിൽ കയറിയത് തമ്പാനൂർ വരെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ തമ്പാനൂർ പോകാൻ ഇങ്ങനെ തടഞ്ഞു നിർത്തിയ ബസ്സിലാണോ പോകേണ്ടത് എന്ന് സച്ചിൻ ദേവ് പോലും ചിലപ്പോൾ ചിന്തിച്ചു കാണില്ല. പക്ഷേ റഹീം എന്ന് പറയപ്പെടുന്ന രാജ്യസഭാ MPയുടെ ക്യാപ്സൂൾ പരുവത്തിലുള്ള വിശദീകരണം എത്തിക്കഴിഞ്ഞു. CPM-ഉം DYFIയും എന്തിന് മേയറും അതുപോലെ തന്നെ സച്ചിൻ ദേവ് MLAയും അടക്കം അന്തം വിട്ടു നിൽക്കുകയാണ്. അതായത് ഈ മേയറും കണ്ടക്ടറും തമ്മിലുള്ള ഒരു തർക്കമുണ്ടല്ലോ. ആ തർക്കത്തിൽ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയിട്ടേ ഇല്ലെന്നായിരുന്നല്ലോ ഈ സൈബർ സഖാക്കളുടെ വിശദീകരണം. ആ മെമ്മറി കാർഡ് മോഷ്ടിച്ചത് യദുവായിരിക്കാമെന്ന് പോലും ഈ സഖാക്കൾ പറഞ്ഞു വെച്ചു. സച്ചിൻ ദേവ് ബസ്സിൽ കയറിയില്ല എന്ന് തെളിഞ്ഞാൽ യദു പ്രതിരോധത്തിലാകുമെന്നും അതുകൊണ്ടാണ് മെമ്മറി കാർഡ് നഷ്ടമായതെന്നും ഒക്കെ സൈബർ സഖാക്കൾ ഇങ്ങനെ വാതോരാതെ പറഞ്ഞു വെച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ DYFIയുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന നേതാവ്, ആ നേതാവ് തന്നെ ഈ വാദത്തെ ഇപ്പോൾ തള്ളുകയാണ്. തള്ളിക്കളഞ്ഞു. റഹീം CPM-ൻ്റെ രാജ്യസഭാ അംഗം കൂടിയാണ്. എല്ലാ അർത്ഥത്തിലും പാർട്ടി പ്രോട്ടോക്കോളിലെ പ്രധാനി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു നേതാവാണ് സച്ചിൻ ദേവ് ബസ്സിൽ കയറി എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ നമ്മൾ അംഗീകരിക്കണ്ടേ? ഡ്രൈവറെ ഭാര്യ തടഞ്ഞിടുമ്പോൾ ബസ്സിൽ MLA കയറിയത് ടിക്കറ്റ് എടുക്കാനാണ് എന്നും റഹീം വിശദീകരിക്കുകയാണ്. അതായത് തമ്പാനൂർ വരെ പോകാൻ. ഇതോടെ ബസ്സിനുള്ളിലെ CCTVയിലെ മെമ്മറി കാർഡ് മോഷണത്തിൽ ദുരൂഹത കൂടുകയാണ് എന്നാണ് പറയാൻ കഴിയുന്നത്. ആ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ സച്ചിൻ ദേവിൻ്റെ ബസ്സിനുള്ളിലെ ആവശ്യം എന്തായിരുന്നുവെന്ന് വ്യക്തമാകുമായിരുന്നു. ടിക്കറ്റ് ചോദിച്ചതാണോ അതോ യാത്രക്കാരെ ഇറക്കി വിട്ടതാണോ എന്നൊക്കെ നമുക്ക് തെളിയിക്കാമായിരുന്നു. MLAയുടെ നിരപരാധിത്വം തെളിയുവാനുള്ള അവസരമാണ് സത്യത്തിൽ നഷ്ടമാക്കിയിരിക്കുന്നത്. അതിനിടെയാണ് ഈ ബസ്സിലെ കണ്ടക്ടർക്കും CPM രാജ്യസഭാ അംഗത്തിനും തമ്മിലുള്ള ബന്ധം അതിപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നത്. തൻ്റെ അയൽവാസിയാണ് ഈ കണ്ടക്ടർ എന്ന് റഹീം തന്നെ സമ്മതിക്കുകയും ചെയ്തു. ഇതോടെ ആ മെമ്മറി കാർഡിനെ ഒളിപ്പിച്ചത് യദുവാകാനുള്ള സാധ്യത കുറവല്ലേ? ബസ്സിലെ മോഷണം ബോധപൂർവം തന്നെ എന്ന ചർച്ചയും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും റഹീമിൻ്റെതായി പുറത്തു വന്നത് മേയറെ പ്രതിരോധത്തിലാക്കും വിധമുള്ള ഒരു വെളിപ്പെടുത്തലായി. കുടുങ്ങി എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. ഇതോടെ കൂടുതൽ ദുരൂഹതകളിലേക്ക് കേസ് നീങ്ങുകയാണ്. ഇത് കോടതിയിൽ പോയാൽ ഈ വെളിപ്പെടുത്തലെല്ലാം തന്നെ വലിയ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ലല്ലോ. അതിനിടെ ബസ്സിലെ യാത്രക്കാരിൽ നിന്നും സച്ചിൻ ദേവിന് അനുകൂല മൊഴിയെടുക്കുവാനുള്ള ഒരു വലിയ ശ്രമം സജീവമായിട്ട് ഇപ്പോൾ നടക്കുന്നു. ഭാര്യ തടഞ്ഞിട്ട ബസ്സിൽ സച്ചിൻ ദേവ് കയറിയത് ടിക്കറ്റ് എടുത്ത് തമ്പാനൂരിലേക്ക് യാത്ര ചെയ്യാനെന്ന വിചിത്രവാദം, വിദണ്ഡവാദം, ഇതൊക്കെ റഹീമിലൂടെ പുറത്തു വരുന്നത്. എന്തൊരു നേതാവാണ് ഈ റഹീം! നേരത്തെ ബസ്സിനു കുറുകെ കാറിട്ടില്ലെന്ന് മേയർ പരസ്യമായി പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ ബസ്സിനെ തടയും വിധം കാറിട്ട ചിത്രവും പുറത്തു വരുന്നു. ഇതോടെ യദുവിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ തടഞ്ഞുവെന്ന് വ്യക്തമാവുകയും ചെയ്തു. എന്നിട്ടും KSRTC പോലീസിൽ പരാതി നൽകിയില്ല എന്നുള്ളത് അത്ഭുതമാണ്. ഇതിനെല്ലാം കാരണം എന്താണ്? രാഷ്ട്രീയ സ്വാധീനം. മെമ്മറി കാർഡും CCTVയും എല്ലാം ഒളിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഭരണകൂട അട്ടിമറിയിലേക്ക് വിരൽ ചൂണ്ടുന്ന വെളിപ്പെടുത്തലുകളാണ് ഈ കേസിൽ പുറത്തു വരുന്നത് എന്ന് പറയാം. അതിനിടെയാണ് ഈ KSRTC ബസ്സിലെ CCTVയുടെ ദൃശ്യങ്ങൾ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ട് പോലീസൊക്കെ ഇപ്പോൾ സജീവമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തൊരു താല്പര്യമാണെന്നറിയാമോ? തമ്പാനൂർ ബസ് ടെർമിനലിൽ വെച്ചാണ് മെമ്മറി കാർഡ് നഷ്ടമായത് എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം എന്ന് പറയപ്പെടുന്നത്. മെമ്മറി കാർഡ് കണ്ടെത്തുന്നതിനായിട്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. തമ്പാനൂർ ബസ് ടെർമിനലിലെ CCTV ദൃശ്യങ്ങൾ, ആ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ സമയം കിട്ടിയില്ല കേട്ടോ. ജീവനക്കാരുടെ മൊഴിയൊക്കെ എടുത്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു സമയം കണ്ടെത്തുകയാണ്. അതേസമയം KSRTC ഡ്രൈവറായിട്ടുള്ള യദു നൽകിയ പരാതി അന്വേഷിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ കണ്ടോൺമെൻറ്റ് ACPക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കാര്യം ഈ പരാതിയിൽ കഴമ്പുണ്ടെങ്കിലേ കേസെടുക്കൂ എന്നും മേയറുടെ പരാതിയിലെ സൈബർ ആക്രമണ കേസുകളിലൊക്കെ വൈകാതെ അറസ്റ്റുണ്ടാകുവാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ അറിയുന്നുമുണ്ട്. ഇതിനിടെയാണ് റഹീമിൻ്റെ വലിയ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നതും ആ വെളിപ്പെടുത്തൽ മുഖാന്തരം പെട്ടുപോയത് മേയറും മേയറുടെ ഭർത്താവായിട്ടുള്ള ബാലുശ്ശേരിയുടെ MLA സച്ചിൻ ദേവുമാണ്. ഇങ്ങനെ MLAയും മേയറിനെയും രക്ഷിക്കാനായി ഇറങ്ങി പുറപ്പെട്ട
രാജ്യസഭാ MP എന്നറിയപ്പെടുന്ന A. റഹീം സത്യത്തിൽ ഇവരെ കൊടുക്കുകയായിരുന്നു. A. റഹീം എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഒരു ബസ് തടഞ്ഞിടുന്ന മേയറുടെ ചിത്രം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും വന്നതാണ്, പത്രമാധ്യമങ്ങളിൽ കണ്ടതാണ്. തടഞ്ഞിട്ടിരിക്കുന്ന ബസ്സും അതിൻ്റെ മുന്നിൽ കാണുന്ന കാറും പിന്നെ ഇറങ്ങി വരുന്ന ഈ മേയറും സച്ചിൻ ദേവ് എന്ന MLAയും ഒപ്പമുണ്ടായിരുന്ന ആൾക്കാരും ഒക്കെ കൂടെ ചേർന്ന് ഈ ഡ്രൈവർക്കെതിരെ എന്തൊക്കെയോ ആക്രോശിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടതാണ്. അത് ജനം വിലയിരുത്തിയതുമാണ്. പക്ഷേ അതിനുശേഷം മേയർ പോലും സമ്മതിക്കാത്തൊരു കാര്യമാണ് MLA ബസ്സിൽ കയറി എന്നുള്ളത്. കയറിയിട്ടില്ല എന്നുള്ള വാദം മുന്നോട്ട് വെക്കുമ്പോഴും A. റഹീം പറയുന്നുണ്ട് ബസ്സിൽ കയറിയിട്ടുണ്ട് സച്ചിൻ ദേവ്, ടിക്കറ്റ് എടുത്ത് തമ്പാനൂർ വരെ പോകാൻ വേണ്ടിയിട്ടാണ്, അങ്ങനൊരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ബസ്സിനുള്ളിൽ കയറിയതെന്ന് പറയപ്പെടുന്ന ഈ വാദം സത്യത്തിൽ A. റഹീം മണ്ടനായതുകൊണ്ടാണോ അതോ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞാൽ മലയാളി വിശ്വസിക്കുമെന്നുള്ളതാണ്? മലയാളി ഒരിക്കലും വിശ്വസിക്കില്ല, അന്തം കമ്മികൾ ചിലപ്പം വിശ്വസിച്ചേക്കാം. A. റഹീമിനെ പൂവിട്ട് പൂജിക്കുന്ന ഈ DYFIക്കാരെയും ഒപ്പം തന്നെ CPM-നെയും സമ്മതിക്കണം. നമോവാകം.